ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അപ്രൻറ്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI, ഡിപ്ലോമ, ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരാരേണ്ട മാക്സിമം അവർക്ക് ഷെയർ ചെയ്യാം. കേരളത്തിലും വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ സദേൺ റീജിയൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നോർത്തേൺ റീജിയൻ്റെ ഇങ്ങനെ ഓരോരോ റീജിയൻ വൈസ് വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നൊരു വീഡിയോ ആണ്. അതുപോലെ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അതിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്ലിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാം. 2 വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOCL എജുലാൻഡ്. ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടും കാണാവുന്നതാണ്. അതുവഴി ലിങ്കുകളുണ്ട്, ആവശ്യമുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിലെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പ്, ചാനൽ എല്ലാം ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും മിസ്സാതെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ചെന്നൈ, ഓക്കെ, സദേൺ റീജിയൻ, IOCL സദേൺ റീജിയൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, കർണാടക, കേരള നിങ്ങൾക്കൂടെ കാണാം. കേരളത്തിലുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഈ പറയുന്ന സ്റ്റേറ്റിലുള്ളവർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ട്രേഡ് അപ്രൻറ്റീസ്ഷിപ്പ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്നീഷ്യൻ എല്ലാം വിളിച്ചിട്ടുണ്ട്. എല്ലാ കാറ്റഗറിയും ഉണ്ട് കേട്ടോ. ഓരോന്ന് ഞാൻ പറയാം. ഇപ്പോൾ ട്രേഡ് എന്ന് പറയുമ്പോൾ ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്ക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മെഷീനിസ്റ്റ് ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ആയിട്ട് വേക്കൻസി നമുക്ക് 15 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 12 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിൽ ജനറൽ, EWS, SC, ST, OBCക്കൊക്കെ റിസർവ് വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി STക്ക് ഇവിടെ വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ട്രേഡ് അപ്രൻറ്റീസ്ഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതത് ട്രേഡിൽ, അതായത് ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഇത് അതത് ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക. 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC, ST, PWD ആണെങ്കിൽ അവർക്ക് 45% മാർക്കുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റീസ്ഷിപ്പും കൂടെ കാണാൻ പറ്റും. അത് നമ്മുടെ തമിഴ്നാട്, കേരളത്തിൻ്റെ ഞാൻ ഫുള്ള് കവർ ചെയ്യാം. കേരളത്തിൻ്റെ അടുത്തത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതാണ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ്ഷിപ്പ്. നിങ്ങൾക്ക് കാണാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷൻ ഉള്ളത് തന്നെ ആയിക്കോണമെന്നില്ല. നിങ്ങൾ ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയിട്ട് 2 വർഷം പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്ഷിപ്പ് ആണ്. ഗ്രാജുവേറ്റിൽ നമുക്ക് 40 വേക്കൻസി കേരളത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി കേരളത്തിലുണ്ട്. അങ്ങനെ ആകെ മൊത്തം 200 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BA, BCom അങ്ങനെ തുടങ്ങിയിട്ടുള്ള എനി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തമിഴ്നാട് നിങ്ങൾക്കിവിടെ കാണാം. തമിഴ്നാട് ഈ പറയുന്ന ട്രേഡ് അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അതുപോലെ ടെക്നീഷ്യൻ ഉണ്ട്. എല്ലാ കാറ്റഗറിയും ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതത് സ്റ്റേറ്റിലുള്ള കാൻഡിഡേറ്റ്സ് അതത് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ആകെ മൊത്തം നമുക്ക് 200 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡിസിപ്ലിൻ കോഡ് നിങ്ങൾക്ക് കാണാം 1, 6, 11, 16, 21. അപ്പം ഡിസിപ്ലിൻ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസിപ്ലിൻ കോഡ്. ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യട്ടെ. യെസ്, ഇതാണ് നമ്മുടെ ഡിസിപ്ലിൻ കോഡ് എന്ന് പറയുന്നത്. 1, ഓക്കെ, 6 അങ്ങനെ ഓരോന്ന് ഇതിൽ പറയുന്നുണ്ട്. 16 ഇതൊക്കെ ഫിറ്ററാണ്, അതായത് വിവിധ സ്റ്റേറ്റിലേക്കുള്ളതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഫിറ്റർ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രീഷ്യനിലേക്കാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷൻ ഉള്ളത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ട്രേഡ് അപ്രൻറ്റീസ്ഷിപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നതാണ് ഡിസിപ്ലിൻ കോഡ് 26,
32, 38, 44, 50 മെക്കാനിക്കലാണ് വിളിച്ചത്. അപ്പോൾ 3 വർഷം ഡ്യൂറേഷനുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കണം. 50% മിനിമം മാർക്ക് വേണം. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും. അതത് ഡിസിപ്ലിനിൽ ഇതിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അടുത്തത് സിവിൽ എഞ്ചിനീയറിംഗിലുണ്ട്, അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അടുത്തത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അതത് ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ 50% മാർക്കോട്ട് പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST PWD ആണെങ്കിൽ 45 മതി. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ലാറ്ററലിലൂടെ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 2 വർഷം ഡ്യൂറേഷൻ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി പോസ്റ്റ് കോഡ് 56/60 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഡിസിപ്ലിൻ കോഡ് നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് കാണാം. ഇതാണ് 56 മുതൽ 60 വരെയുള്ള. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് BBA, BA, BCom, BSc തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ കോഡ് 56 മുതൽ 60 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ഫുൾ ടൈമായി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. 50% മാർക്ക് വേണം. അതോടൊപ്പം തന്നെ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കോഴ്സ്, അതായത് ഇപ്പോൾ ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഗ്രാജുവേറ്റ് അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യാൻ പാടില്ല, അവർ 4 വർഷം നിങ്ങൾക്കിവിടെ കാണാം, 4 years 4 വർഷം പിന്നിടാൻ പാടില്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇത് 2025 അല്ലേ, അപ്പോൾ 2021, 22, 23, 24. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇയറിൽ നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2020 നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2019 പറ്റില്ല. അതായത് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 4 വർഷം പിന്നിടാൻ പാടില്ല. ഈ ഡേറ്റ് കണക്കാക്കി 31/1/2025 4 വർഷം പിന്നിടാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും, റിസൾട്ട് വന്ന ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന ഡേറ്റും കമ്പയർ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ 4 വർഷം കഴിയാൻ പാടില്ല. 4 വർഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്രൻറ്റീഷിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെയാണ് ആ റൂളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൺഫ്യൂഷൻ വേണ്ട. ഇനി അതുപോലെ തന്നെ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 5 വർഷം കഴിയാൻ പാടില്ല. അതായത് ഈ പറയുന്ന ഡേറ്റിലേക്ക് 31/1/2025 അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് 5 വർഷം പിന്നിടാൻ പാടില്ല. 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2020 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതായത് ഈ ഇയർ എന്താ ഡേറ്റ് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ റിസൾട്ട് വന്ന ഡേറ്റും 31/1/2025 എത്ര വർഷമായി എന്ന് നിങ്ങൾ നോക്കണം. അത് 5 വർഷം പിന്നിടാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ITI കഴിഞ്ഞവരാണെങ്കിൽ, അതല്ല ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ 4 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, BE അതുപോലെ MBA അതുപോലെ MCA, CA, ICWA, LLB തുടങ്ങിയുള്ള ഉയർന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർ എലിജിബിൾ അല്ല എന്നാണ് അവർ പറയുന്നത്. ഇനി മിനിമം 18 വയസ്സാണ് ഏജ് ലിമിറ്റ്, മാക്സിമം 24 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് 31/1/2025 കണക്കാക്കിയാണ് ഏജൊക്കെ കണക്കാക്കുന്നത്. ഇത് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 29 വയസ്സ് വരെയും, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ എക്സാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, റിട്ടൺ ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷനിൽ അല്ലെങ്കിൽ ITIയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. അതിനെ ബേസ് ചെയ്ത് അവർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും, അത്രയേ ഉണ്ടാകുള്ളൂ. അങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ വരുന്നത്. ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ NAPSും അല്ലെങ്കിൽ NATS, അതായത് നിങ്ങൾ ഗ്രാജുവേഷൻ ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും അതുപോലെ തന്നെ ഡിപ്ലോമയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ NATS അതായത് NATS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. NATS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അതല്ല നമ്മൾ ITI കഴിഞ്ഞവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, NAPS ആണ്, NAPS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16 ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് 16 ഫെബ്രുവരിയാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജനുവരി 17 മുതലാണ്. അപ്പോൾ ജനുവരി 17 മുതൽ നിങ്ങൾക്ക് ഫെബ്രുവരി 16 വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 16
16 പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാപ്സ് അല്ലെങ്കിൽ നാറ്റ്സ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ IOCLൻ്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ NATS അല്ലെങ്കിൽ NAPS വഴി അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിക്കട്ടെ വീഡിയോയുടെ അവസാന ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഇമെയിൽ വഴി നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ GeoCL എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലേറ്റസ്റ്റ് ജോബ്സിൽ കാണാം അവിടെ IOCL അപ്രൻറ്റീസ്ഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് 2025 പറഞ്ഞിട്ട് 200 വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോയി എന്ത് ചെയ്യും, ഇവിടുന്ന് അപ്രത്യക്ഷമാവും. അപ്പോൾ നിങ്ങളിവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് IOCL എന്ന് അടിച്ചു കൊടുത്താൽ മതി. IOCL എന്ന് അടിച്ചു കൊടുത്ത് ജസ്റ്റ് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ കാണിക്കാം, കണ്ടോ IOCL അപ്രൻറ്റീസ്ഷിപ്പ്. അപ്പോൾ IOCLൻ്റെ എല്ലാം ഇവിടെ കാണിക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കുക, അവിടെ കാണാം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത ഡേറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കാണാം. അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി, ഇതെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഹോം പേജിൽ തന്നെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങോട്ട് സെർച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഞാൻ ഇതിൽ കൊടുത്ത് നമുക്ക് കാണാം. ഫെബ്രുവരി 16 ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. അതൊക്കെ ഉറപ്പിക്കുക. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫോം ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ITA കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ്. ITA കഴിഞ്ഞവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, നാപ്സ് ക്ലിക്ക് ചെയ്യണം. ഈ നാപ്സ് എന്ന് പറയുന്ന ഇതിൽ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പോർട്ടൽ ഓപ്പൺ ആവും. നാപ്സ് NAPS എന്ന് പറയും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുണ്ട്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്താൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ITA സ്റ്റുഡൻറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് ITയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾ ഡാറ്റാസൊക്കെ ഇതിലേക്ക് ഫെച്ച് ചെയ്ത് അങ്ങനെ ചെയ്ത് പോകാണ് വേണ്ടത്. അങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം 100% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്കൊക്കെ നമ്മൾ ആധാർ സീഡഡ് ആയിരിക്കണം. നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനേബിൾ ആക്കിയിരിക്കണം അക്കൗണ്ട്, എന്നാലേ നമുക്ക് സ്റ്റൈപ്പിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈപ്പിൻ്റെ എമൗണ്ടൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്താൽ ലോഗിൻ ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അവിടെ നിൽക്കണം ലോഗിൻ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ലോഗിൻ ചെയ്താൽ ഇവിടെ അപ്രൻറ്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ള നെയിം കാണാം. അതിൽ നമ്മൾ എന്താണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ സെർച്ച് ചെയ്യാം. ഇന്ത്യൻ ഓയിൽ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ മതി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ഓരോരോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വിവിധ ലിങ്കുകളോടെ കാണാം. എല്ലാം നിങ്ങൾ എടുത്ത് നോക്കുക. ഓക്കെ, എല്ലാം എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കണം. ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ട്രേഡ് നോക്കാം. അത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കാം. ഇതിപ്പോൾ 2023 ഇതൊക്കെ കുറച്ച് പഴയതാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും എടുത്ത് നോക്കിയിട്ട് പുതിയ തന്നെ ഉണ്ട്. ഓക്കെ, പുതിയ തന്നെ ഇപ്പോൾ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതൊക്കെ ഉണ്ട് 21/1/2025 ജനുവരി 21 പബ്ലിഷ് ചെയ്താണ്, ബാംഗ്ലൂരാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടിട്ട് നിങ്ങളുടെ ട്രേഡ് ഏതാച്ചാൽ നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്തിടുക കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ നാപ്സ് വഴി ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പം ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ഇനി അടുത്തത് നമ്മൾ നാറ്റ്സ്, അതായത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ NATSലാണ് അവർ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ IOCLൻ്റെ വെബ്സൈറ്റ് വഴിയൊന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. നമ്മൾ ഇത് നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം വിട്ടുപോയത്, ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റൈപ്പൻ്റായിട്ട് നമുക്ക് ഏകദേശം ഒരു 7,000-ൻ്റെയും, അതായത് ITA കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു 8,000 അല്ലെങ്കിൽ 7,000 ആ റേഞ്ചിലുണ്ടാകുക. അതോടൊപ്പം നമുക്ക് ഗ്രാജുവേഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു മോർ ദാൻ 10,000 മുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അത് ഷുവറല്ല, ഏകദേശം ഇതിനൊരു നിശ്ചിതമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്താൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫിക്സഡ് ടേം പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് അതിലേക്കൊക്കെ നമുക്ക് കുറച്ചും കൂടെ മുൻഗണന ലഭിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർ NATSലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കാണാം NATS ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം NATS എന്നിവിടെ കാണാം. ഇതിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ കാണാം സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗമുണ്ട്. ആ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് OTP വെരിഫൈ ചെയ്തിട്ട് നമ്മൾ OTP വെരിഫൈ ചെയ്ത് നമ്മൾ എന്തിട്ട് മുന്നോട്ട് പോയി നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ
വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാലും എന്ത് ചെയ്യാം, ഈ പറയുന്ന വീഡിയോ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാനത് ക്യാപ്ചർ സെക്യൂരിറ്റി കോഡ് അടിച്ചു. നിങ്ങൾ ഇവിടെ ലോഗിൻ കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ ലോഗിൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എനിക്ക് വന്നൊരു ഓഫറൊക്കെയാണ്. ഇതുപോലെ നിങ്ങൾക്കും വരും കേട്ടോ. ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇതൊരു ഡെമോ അക്കൗണ്ടാണ്. ഇവിടെ കാണാം അപ്ലൈ അഗെയിൻസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസീസ്. അപ്പോൾ നിലവിൽ വന്ന വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, IOCL ഇന്ത്യൻ ഓയിൽ എന്ന് അടിച്ചു കൊടുക്കുക. ഇന്ത്യൻ ഓയിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേക്കൻസീസും അതിൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനും ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് വ്യൂ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പം കാണാം, തമിഴ്നാട്, ചെന്നൈ ലൊക്കേഷൻ. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഡിസിപ്ലിനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഡ്സ് ത്രൂ ആണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്ക് എക്സാമോ അല്ലെങ്കിൽ എക്സാം ഫീയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. താങ്ക്